ചലച്ചിത്ര പ്രവർത്തക കൂടിയായ ബീന പോൾ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ബീന പോൾ, 62 പേജുകൾ ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശവും സമ്മർദ്ദവും സർക്കാരിന് മുന്നിൽ വന്നു. അത് ഒഴിവാക്കി. എന്നിട്ടും ബാക്കി 233 പേജ് എന്ന് വെച്ചാൽ ആളുകളെ, ആരോപണ വിധേയരായ ആളുകളെ പേര് തിരിച്ചറിയില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം പുറത്തു വരാനിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വിടരുത് എന്നുള്ള ആവശ്യം എന്തുകൊണ്ടായിരിക്കും ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഉയർന്നത്? അതിനിപ്പോൾ കോടതി തള്ളിയ സാഹചര്യത്തെ എങ്ങനെ അങ്ങ് കാണുന്നു? അല്ല, അവരുടെ ആർഗ്യുമെന്റ് ആൾക്കാരുടെ പ്രിവസിയുടെ പ്രശ്നമായിരുന്നു. പക്ഷെ ഞങ്ങൾ പറയുന്നു അതെല്ലാം റിഡാക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്ത് വിടണം. ഈ പ്രിവസിയുടെ കേസിലല്ലേ അവർ ഇത് പിടിച്ചു വെച്ചത്. പക്ഷെ ഇപ്പൊ കോടതി കൺവിൻസ്ഡ് ആണല്ലോ, അതുകൊണ്ട് അതിപ്പോ പുറത്ത് വരും. ഇതിലിപ്പോ എപ്പോഴത്തേക്ക് ഇത് പുറത്തു വരും എന്നുള്ളതാണ് താങ്കൾക്ക് കിട്ടുന്ന വിവരം? ഒരാഴ്ച സമയം ഒരാഴ്ച സമയം കൊടുത്തിരിക്കുന്നു. വിതിൻ 1 വീക്ക്. അതെപ്പോഴും കോടതി അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഒരാഴ്ചക്കുള്ളിൽ അത് പുറത്തു വിടണം. ഇതിപ്പോ ഈ മലയാള സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകൾ, അണിയറയിലെ ഈ വനിതാ പ്രവർത്തകരൊക്കെ നേരിടുന്ന വലിയ തോതിലുള്ള സാമൂഹികവും മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് എന്നത്തേക്കും ഇല്ലാതാക്കാൻ എത്ര കണ്ട് ഉതകുന്നതായിരിക്കും ഈ ഒരു നീക്കം എന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നു അത് മാത്രമല്ല, പീഡനം മാത്രമല്ല, ഇത് പൊതുവെ ഈ ഇൻഡസ്ട്രിയിലെ ഒരു ലേബർ ഫോഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾ നേരിടുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളുടെ റിപ്പോർട്ടാണ് ഇത്. സെക്ഷൽ ഹാരസ്മെന്റ് മാത്രമല്ല, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാനും സ്ത്രീകളുടെ പങ്കാളിത്തം കൂടാനും അതൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ ഞങ്ങളുടെ ഈ ടേംസ് ഓഫ് റെഫറൻസ് നോക്കിയിട്ട് ഞങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ഫിയർ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ WCക്ക് തോന്നുന്നു ഇത് അൺഫൗണ്ടഡ് ഫിയർ ആണ്. ഇത് ഉറപ്പായിട്ട് പുറത്തു വരണം. ഈ റെക്കമെൻഡേഷൻ സർക്കാർ വായിച്ച് മനസ്സിലാക്കി അതെല്ലാം നടപ്പിലാക്കണം എന്ന് ഞങ്ങളുടെ ഒരു. ഇതിലിപ്പോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ആരോപണ വിധേയരായ ആളുകളുടെ ഭാഗം കേൾക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നുള്ളതാണ്. ഇത് ഒരു കമ്മീഷൻ അല്ലായിരുന്നു, ഇത് ഒരു കമ്മിറ്റി ആയിരുന്നു. ആ കമ്മിറ്റിയുടെ ഇത് സെക്ഷൽ ഹാരസ്മെന്റ് അല്ലായിരുന്നു. സെക്യൂരിറ്റിയുടെ നിങ്ങൾ ആ ടേംസ് ഓഫ് റെഫറൻസ് വായിച്ചു കഴിഞ്ഞാൽ ഇത് സെക്യൂരിറ്റി ഇഷ്യൂസ് അതെല്ലാം സ്റ്റഡി ചെയ്യാനാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്. അതുകൊണ്ട് ഒരു കമ്മീഷൻ ഓഫ് എൻക്വയറി അല്ലായിരുന്നു. അത് ആൾക്കാർക്ക് മനസ്സിലാവണം. ദിസ് വാസ് എ കമ്മിറ്റി ടു സ്റ്റഡി the situation of women in the film industry. This was not a commission, enquiry commission അല്ലായിരുന്നു. ശരി, നന്ദി ശ്രീമതി ബീന പോൾ പ്രതികരിച്ചതിന്.